ന്യൂമോണിയ വന്നാൽ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മെഡിസിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് തന്നിട്ടുള്ള ആൻറ്റിബയോട്ടിക് കോഴ്സ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ തന്നെ ആ കോഴ്സ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ലക്ഷണങ്ങൾ കുറഞ്ഞു എന്ന് വിചാരിച്ച് ഒരു കാരണവശാലും ഡോസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ബ്രീത്തിങ് സപ്പോർട്ട്. ഇപ്പം ഡോക്ടർമാർ ഈ സ്റ്റീം ഇൻഹലേഷൻ, അതായത് ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ സമയത്ത് എത്ര നേരമാണ് പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി ആവി പിടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. ന്യൂമോണിയ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളാണ് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകൾ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ, അതായത് ന്യൂമോണിയ വന്നിട്ടുള്ള രോഗിക്ക് വീട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഹൈ ഫീവർ, നല്ല പനി ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സിവിയർ ബ്രെത്ത്ലെസ്നെസ്, അതായത് ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം വലിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ലക്ഷണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ഹൈ ഫീവർ, സിവിയർ ബ്രെത്ത്ലെസ്നെസ്, കൺഫ്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. നമ്മൾ വെച്ച് സമയം കളയാതിരിക്കുക. അപ്പോൾ ന്യൂമോണിയ വന്ന ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നേരത്തെ പറഞ്ഞത്, ആൻറ്റിബയോട്ടിക് കോഴ്സ് കൃത്യമായി കംപ്ലീറ്റ് ചെയ്യുക. ഒരിക്കലും സ്കിപ്പ് ആവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. മരുന്ന് കഴിക്കാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ കൃത്യമായി റിമൈൻഡർ വയ്ക്കുക മൊബൈലിൽ. അതനുസരിച്ച് കൃത്യമായി മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരു കോഴ്സ് കൂടി ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ പെട്ടെന്ന് അത് റെസിസ്റ്റൻസ് ആവാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ള ഫുൾ കോഴ്സ് ആൻറ്റിബയോട്ടിക് ഒന്നും മിസ്സാവാതെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റീം ഇൻഹലേഷൻ പറഞ്ഞിട്ടുള്ളവർക്ക് ചെയ്യുക. ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസും നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബി വെരി കെയർ. ഐ എം റോബിൻസ്.